ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഫോണാണ് ടെക്നോ പോവ 2. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോണൊന്ന് അൺസീൽ ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി 2 സർപ്രൈസുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സർപ്രൈസ് എന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. ഡിവൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ആൻഡ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. സോ നമുക്ക് കൂടുതൽ എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. ഇതൊരു അതിൻ്റെ കുറച്ച് യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. ഓക്കെ, വിച്ച് കീപ്പ് ഇറ്റ് അസൈഡ് ആൻഡ് വി ഹാവ് എ സിലിക്കൺ ജെലി കേസ്. വളരെ ട്രാൻസ്പെറൻറ്റ്. യൂഷ്വലി എല്ലാ മൊബൈൽ ഫോണിൻ്റെ കൂടെ ഇപ്പം സിലിക്കൺ കേസ് അവൈലബിൾ ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ബോക്സിലുള്ളത് ടൈപ്പ് സി ചാർജറും ഹെഡ്സെറ്റുമാണ്. ഇപ്പോൾ യൂഷ്വലി ഫോണിൻ്റെ കൂടെ ഹെഡ്സെറ്റ് വരാറില്ല, എങ്കിലും ടെക്നോയുടെ ഈ പോവ 2ൻ്റെ കൂടെ നമുക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റ് കിട്ടുന്നുണ്ട്. വിച്ച് ഈസ് 3.5 mm ഓഡിയോ ജാക്ക് ഉള്ളൊരു ഹെഡ്സെറ്റാണ് വിത്ത് സെൻറ്റർ ബട്ടൺ. ഓക്കെ, പിന്നെ കേസിലുള്ള സിം ഇജക്റ്റിംഗ് ടൂളും ടൈപ്പ് സി കേബിളുമാണ്. ഇപ്പം യൂഷ്വലി എല്ലാ മൊബൈൽ ഫോണിലും ചാർജിങ് ഉപയോഗിക്കുന്ന ടൈപ്പ് സി കേബിളാണ്. ദെൻ ഇതാണ് ഇതിൻ്റെ ചാർജർ. സ്ക്രീനിൽ കാണുന്ന പോലെ 9 വോൾട്ട് 2 ആംപിയറിൻ്റെ 80 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഒരു ചാർജറാണ്. ഓക്കെ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് ഈ വീഡിയോയിൽ 2 സർപ്രൈസസ് ഉണ്ടെന്ന്. അതിൻ്റെ ഫസ്റ്റ് സർപ്രൈസ് ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്, വിച്ച് ഈസ് ദ 7000 mAh ബാറ്ററി പ്രൊവൈഡ് ഇൻ ദിസ് ഫോൺ. മറ്റുള്ള നമ്മൾ സാധാരണ ഫോണുകളിൽ കണ്ടുള്ള മാക്സിമം കപ്പാസിറ്റി ഒരു 4000 or 6000 mAh ആണ്. പക്ഷേ ഇവിടെ നമുക്കൊരു 7000 mAh ബാറ്ററിയാണ് ടെക്നോ പോവോ 2ൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഫോണൊന്ന് അൺസീൽ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. പിന്നെ ഈ ഡിവൈസിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ 7-inch ഡിസ്പ്ലേ ആണ്. 7-inch ഡിസ്പ്ലേ വിത്ത് പ്രീ ഇൻസ്റ്റാൾഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ. അതിൻ്റെ ബോട്ടമിൽ വരുന്നത് ഓഡിയോ ജാക്കും ചാർജിങ് പോർട്ടുമാണ്. ദെൻ എ മൈക്ക്. ദെൻ ലെഫ്റ്റ് സൈഡിൽ ദിസ് ഇസ് സിം ഇജക്റ്റർ പോർട്ടാണ് വരുന്നത്. സിം കാർഡ് ട്രേ, കമ്പാർട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ചെയ്യാം എന്തൊക്കെയാണ് അതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്. ഇവിടെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണുള്ളത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ദെൻ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 8 MB ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് വിത്ത് ഡുവൽ LED ഫ്ലാഷ് ലൈറ്റ്. ദെൻ റിയർ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 48 MB വൈഡ് ആൻഡ് 2 MB മാക്രോ ആൻഡ് 2 MB ഡെപ്ത്. 3 ക്യാമറ ഉള്ളൊരു ഗ്രൂപ്പ് ഓഫ് ക്യാമറ സെറ്റാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ ബോഡി പ്ലാസ്റ്റിക് മെയ്ഡ് ആണെങ്കിലും പ്രിറ്റി ഡീസൻ്റ് ആണ് ലുക്കിങ്ങിൽ. ഇത് നമുക്ക് കേസിലേക്ക് വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടെക്നോയുടെ തന്നെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. ഇനീഷ്യൽ സെറ്റപ്പ് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും. ഞാനത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് മുമ്പ് പറഞ്ഞു സിം ഇജക്ടറിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, സിം കാർഡ് ട്രേയിൽ നമുക്ക് 2 സിമ്മുകളും ഒരു മൈക്രോ SD കാർഡും ഫിക്സ് ചെയ്യാൻ പറ്റും. അതിനുള്ള ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Android 11 ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ കമ്പനിയുടെ തന്നെ ഒരു ആഡ് കണ്ടു നോക്കാം.
ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു HD സെറ്റപ്പിലാണ് പബ്ജി റൺ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ വളരെ റാൻഡമായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ടെക്നോ പോവ 2ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.